2-ാം അധ്യായം അതിൻ്റെ 12 മുതൽ 18 വരെയുള്ള വേദഭാഗങ്ങൾ അല്പ സമയത്തെ തിരുവചന ധ്യാനത്തിന് വേണ്ടി നമ്മൾ വായിക്കുന്നതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല, ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. സിസ്റ്റർ തൽക്കാലം നിൽക്കട്ടെ, നമുക്ക് താപ്പോട്ട് വായിക്കണം. 18 വരെ നമുക്ക് ചിന്തിക്കണം സമയം അനുവദിക്കുന്നത് പോലെ. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യമാണ് നമ്മൾ വായിച്ചത്. 18 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ സമയം ലഭിക്കുന്നത് പോലെ ചിന്തിക്കും. ഈ വേദഭാഗത്ത് പ്രധാനപ്പെട്ട 3 ആശയങ്ങളാണ് പൗലോസ് പറയുന്നത്. ഒന്നാമത്തെ ആശയം, ശരിയായി മനസ്സിലാക്കിയില്ലെങ്കിൽ അല്പം മനസ്സിലാക്കാൻ പാടുള്ള ഒരു ഭാഗം, ആദ്യത്തെ ഭാഗം, അതാണ് നമ്മളിന്ന് ആദ്യം വായിച്ചത്. അത് നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കുക എന്ന പദം അല്ലേ? രക്ഷയ്ക്കായി പ്രവർത്തിക്കുക. ഞാൻ പറഞ്ഞത് അത് ശരിയായി മനസ്സിലാക്കിയില്ലെങ്കിൽ വലിയ കുഴപ്പമുണ്ടാകുന്ന ഒരു വാക്യമാണ്. അതാണ് ഒന്നാമത്തെ അതിനകത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം, ഈ ലോകത്തിൽ ദൈവത്തിന് മാതൃകയുള്ള ഒരു ജീവിതമായി ജീവിക്കുക. അതിനവിടെ പൗലോസ് ഉപയോഗിച്ചിരിക്കുന്നത് ജ്യോതിസ്സുകളെ പോലെ നിങ്ങൾ പ്രകാശിക്കണം. മൂന്നാമത്തെ ആശയം, കഷ്ടതയിലും പ്രതിസന്ധിയിലും നിങ്ങൾ എന്നോടുകൂടെ സന്തോഷിക്കണം. പ്രൈസ് ലോർഡ്. 3 ആശയങ്ങളാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. ഇതിലെ ആദ്യത്തെ പദം നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നു. അവിടെ ധന്യനാകുന്ന പൗലോസ് പറയുന്നു, പ്രിയമുള്ളവരെ, നിങ്ങളെല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ. ഒന്ന് നിൽക്കണേ സിസ്റ്ററെ. അവിടെ ഫിലിപ്പിയരെ കുറിച്ചുള്ള വളരെ അഭിമാനകരമായ സന്തോഷകരമായ ഒരു പ്രയോഗം പൗലോസ് പറയുന്നു. അത് വേറൊന്നുമല്ല, ഫിലിപ്പിയയിലെ ദൈവസഭ അവരനുസരിക്കുന്നവരാണ്. അവിടുത്തെ ദൈവമക്കളെ കുറിച്ച് അഭിമാനത്തോടെ സന്തോഷത്തോടെ പൗലോസ് പറയുകയാണ്, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിക്കുന്നത് പോലെ അല്ലേ? എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ എന്ന് പറഞ്ഞാൽ ഫിലിപ്പിയിലെ ദൈവമക്കൾ എല്ലായ്പ്പോഴും എന്ത് ചെയ്തു? അനുസരണമുള്ളവരായിരുന്നു. എത്ര അനുഗ്രഹിക്കപ്പെട്ടൊരു സാക്ഷ്യമാണ്. ദൈവമക്കളെ കുറിച്ച് ഒരു ദൈവദാസൻ പറയുക, എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിക്കുന്നവരാണ്. നല്ല ആമേൻ പറഞ്ഞാട്ട്. ഇന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന നമുക്ക് ഒരുമിച്ച് നമ്മുടെ ജീവിതത്തിൽ അടിസ്ഥാനപരമായി ആദ്യം വേണ്ട ഒരു ഗുണമെന്ന് പറയുന്നത് ദൈവത്തെ അനുസരിക്കുക എന്നുള്ളതാണ്. ഇവിടെ അനുസരിക്കുക എന്ന് പൗലോസ് ഉദ്ദേശിച്ചത് തൻ്റെ എന്തെങ്കിലും ഇഷ്ടങ്ങളോ പൗലോസിൻ്റെ വ്യക്തിപരമായ താല്പര്യങ്ങളോ ഫിലിപ്പിയിലെ സഭയോട് പറഞ്ഞിട്ട് അവരത് അനുസരിച്ചെന്നുള്ള അർത്ഥത്തിലല്ല. ആമേൻ. പൗലോസിന് അങ്ങനെ വ്യക്തിപരമായ അജണ്ടകളൊന്നും ഇല്ല. തൻ്റെ ഹിതം നടക്കണമെന്ന ചിന്തയില്ല. പൗലോസിന് എപ്പോഴും ക്രൂശ് ഉയരണം, യേശുവിൻ്റെ നാമം ഉയരണം അല്ലേ? കർത്താവിൻ്റെ ഹിതമാണ് ലേഖനത്തിലൂടെയൊക്കെ അവരെ പഠിപ്പിച്ചത്. ദൈവത്തിൻ്റെ വഴികളാണ്. പൗലോസ് തന്നെ പറയുന്നുള്ള, തിമത്യോസിനെ കുറിച്ച് പറയുന്നുള്ള, ക്രിസ്തുവിലുള്ള എൻ്റെ വഴികൾ തിമത്യോസ് നിങ്ങളെ പഠിപ്പിക്കുമെന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ പൗലോസ് പറഞ്ഞിട്ടുള്ളതെല്ലാം അവൻ്റെ ആശയമല്ല, അവൻ്റെ ഹിതമല്ല, പകരം ദൈവം കൊടുത്ത വെളിപ്പാടുകളാണ്. അപ്പോൾ ഫിലിപ്പിയിലെ സഭയെക്കുറിച്ച് അഭിമാനകരമായി പറയുകയാണ്, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ദൈവവചനത്തെ അനുസരിക്കുക എന്നുള്ളതാണ്. തമ്പുരാന്റെ വചനം അനുസരിക്കാൻ തയ്യാറായാൽ, വചനം പറയുന്നത് അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും ആമേൻ നല്ലതാകിയാൽ, ഇന്ന് രാവിലെ വചനം കേൾക്കാൻ എനിക്ക് ഈ പ്രാരംഭ സമയം എനിക്ക് ആത്മാവിൽ ദൂത് പറയാനുണ്ട്. നിങ്ങൾ ഈ തിരുവെഴുത്ത് അനുസരിക്കുമെന്ന് ഉറപ്പോടെ വേണം തിരുവെഴുത്ത് കേൾക്കാൻ. എപ്പോൾ ദൈവവചനത്തിന് മുമ്പിൽ വന്നാലും
കർത്താവേ, ഇന്ന് എന്നോട് സംസാരിക്കുന്ന ഈ വചനം ഞാൻ അനുസരിച്ച് പ്രവർത്തിക്കുമെന്ന് അകത്ത് നിങ്ങൾ തീരുമാനിച്ചാൽ അനുസരിക്കുന്നവരുടെ ജീവിതത്തിൽ അനുഗ്രഹം വെളിപ്പെടും. വചനം അനുസരിക്കുന്നവരുടെ ജീവിതത്തിൽ ചില വിടുതലുകൾ വെളിപ്പെടും. അവർ അനുഗ്രഹിക്കപ്പെടാനിടയായിത്തീരും. അപ്പോൾ പൗലോസ് പറയാ, പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ. അടുത്തത് പൗലോസ് പറയുകയാണ്, ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല, ഞാൻ ദൂരത്ത് ഇരിക്കുമ്പോൾ. അത് പറയുന്നൊരു കാര്യമുണ്ട്. പലപ്പോഴും മനുഷ്യന്റെ അനുസരണം വളരെ അടുത്തു നിന്ന് പറയുമ്പോഴാണ് ആളുകൾ അനുസരിക്കുന്നത്, അല്ലേ? ഇന്ന് ദൈവത്തെ അനുസരിക്കാത്ത, ഞാനിപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ആളുകൾ എന്താ ദൈവത്തെ അനുസരിക്കാത്തത്? ദൈവം എവിടെയോ, ദൂരെ എവിടെയോ, അല്ലേ? ദൂരെ എവിടെയോ ഇരിക്കുന്നു. തൊട്ടടുത്ത് നിന്ന് പറയുന്നൊരനുഭവം ഉണ്ടായാൽ ഒരാളും എതിർപ്പ് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടുത്തെ മുമ്പാകെ നിൽക്കാൻ ആർക്കും കഴിയില്ല. മനസ്സിലാവും? രാമൻ പറഞ്ഞാൽ, പർവ്വതത്തിൽ ഏതെങ്കിലും മൃഗമോ മനുഷ്യനോ തൊട്ടാൽ അവനെ എന്ത് ചെയ്യണം? കല്ലെറിഞ്ഞു കൊല്ലണം. എത്ര കഠിനമാണ്! ആളുകൾ ഈ ദൈവത്തെ ഭയപ്പെടത്തക്കവണ്ണം ദൈവസാന്നിധ്യം അവർക്ക് സജീവമായിരുന്നു. എന്നാൽ എന്തുകൊണ്ടാണ് പുതിയ നിയമവിശ്വാസികളായ നമുക്കെന്ന് ദൈവത്തെയും ദൈവവചനത്തെയും ആത്മീയ കാര്യങ്ങളെയും ഒക്കെ ഭയമില്ലാതെ ഒരു നിസ്സാര കാര്യമായി, സാധാരണ കാര്യമായി മനസ്സിലാക്കുന്നതെന്ന് ചോദിച്ചാൽ അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഇത് കൃപായുഗമായതുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. അന്നത്തെ പോലെ അല്ലേ, പെട്ടെന്ന് ആളുകൾക്ക് ശിക്ഷ ലഭിക്കുന്നില്ല എന്നതൊരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, എപ്പോഴും ആളുകൾ പറയാറുണ്ട്, അതിപരിശുദ്ധമായവയോടുള്ള അതിപരിചയം നിമിത്തം അതൊരു സാധാരണ കാര്യമെന്ന പോലെ പോകുന്നു. പറഞ്ഞത് മനസ്സിലായോ? അതായത് അതിപരിശുദ്ധമായത്, അതിനെ അതിപരിചയം എന്ന് പറഞ്ഞാൽ, നമുക്ക് ആത്മീയ അനുഭവങ്ങൾ പണ്ട് വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് മഹാപുരോഹിതന് തിരുനിവാസത്തിന്റെ അകത്ത്, അല്ലെ, മഹാപാപ പരിഹാര ദിവസം മാത്രം, അല്ലെ, വറച്ചുകൊണ്ടാണ് പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. മഹാപാപ പരിഹാര ദിവസം തിരുനിവാസത്തിനകത്തേക്ക്, അതിപരിശുദ്ധ സ്ഥലത്തേക്ക് മഹാപുരോഹിതൻ പോകും ആണ്ടിലൊരിക്കൽ. പ്രൈസ് ദി ലോർഡ്. പക്ഷേ പുതിയ നിയമവിശ്വാസിക്ക് ഇപ്പോൾ എന്താ പ്രയോജനം? എന്താ നമുക്കുള്ള അനുഗ്രഹം? തിരുവെഴുത്ത് പറയുന്നത് പോലെ, അവൻ തൻ്റെ ദേഹമെന്ന തിരശീല രണ്ടായി തലകേറി നമുക്ക് ഇതാ അവനൊരു പുതുവഴി തുറന്നിരിക്കുക. ഇപ്പൊ വിളിച്ചു പറയുക, ഏത് സമയത്തും ഏത് നേരത്ത് അവൻ്റെ സന്നിധിയിൽ എനിക്കും നിങ്ങൾക്കും പ്രവേശനമുണ്ട്. ആമേൻ, സ്തോത്രം. എപ്പോൾ വേണമെങ്കിലും പരിശുദ്ധ സ്ഥലത്തേക്ക് പോകാൻ, ദൈവ സാന്നിധ്യത്തിലേക്ക് വരുവാൻ, നാം ആരാധിക്കുന്നിടത്ത്, പ്രാർത്ഥിക്കുന്നിടത്ത് അവിടുത്തെ സാന്നിധ്യം അനുഭവിക്കത്തക്കവണ്ണമുള്ള ഭാഗ്യവും പദവിയും നമുക്ക് ലഭിച്ചിരിക്കുന്നു, അല്ലെ? ഇന്ന് കാത്തിരിക്കാനോ അല്ലെങ്കിൽ വർഷത്തിൽ ഒരിക്കലാകട്ടെന്നില്ല. എപ്പോൾ നാം കാത്തിരുന്നാലും ചെല്ലാൻ നമുക്ക് പറ്റും, അല്ലെ? നീതീകരണത്തിന്റെ ബലമാണ്. നീതീകരണത്തിന്റെ ബലം എന്താ? റോമാലേഖനം 5-ാം അധ്യായം തുടങ്ങുന്ന വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. തീർന്നില്ല. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. മനസ്സിലായോ? അപ്പോൾ ഇന്ന് പകൽ ദൈവം മക്കൾ അറിയണം, നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചെല്ലാം. അതിനൊരു തടസ്സവും ഇന്നില്ല. മറയ്ക്കുന്ന ഒരു തിരശീല അവിടെ ഇല്ല, അല്ലേ? വേർപാടില്ല. വേർപാടിൻ്റെ നടിച്ചുവരുകളെയൊക്കെ ഇടിച്ചു കളഞ്ഞ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഏത് സമയവും തൽക്ഷണം കൃപ പ്രാപിക്കുവാൻ, അടുത്തു ചെല്ലുവാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ ഇന്ന് ദൈവത്തിനൊരു സ്തോത്രം ചെയ്താട്ട്. എത്ര വലിയ പദവിയാ, എത്ര വലിയ അനുഗ്രഹമാ അനേകർക്ക് സാധിക്കാഞ്ഞത്, അനേകർക്ക് നടക്കാഞ്ഞത്. ഇന്ന് പകൽ വിശ്വാസത്താൽ ദൈവപുത്രന്റെ നാമത്തിൽ അവിടുത്തെ രക്തത്താൽ എനിക്കും നിങ്ങൾക്കും അവിടേക്ക് പ്രവേശനം തന്ന ദൈവത്തിന് ഇന്ന് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും എപ്പോഴും ചെല്ലാൻ പറ്റുന്നത് കൊണ്ട് സംഭവിക്കുന്നത് എന്താ? ആർക്കും എപ്പോഴും ചെല്ലാം, ശരിയല്ലേ? പക്ഷേ ഇങ്ങനെ ചെല്ലാൻ പറ്റുമെന്നുള്ളത് കൊണ്ട് അതിപരിശുദ്ധമായവയിൽ അതിപരിചയമായി, അല്ലേ? അപ്പോൾ എന്തായി മാറിയത്? ഒരു സാധാരണ കാര്യമായി മാറി. ശ്രദ്ധിക്കണേ, ദൈവത്തിനൊന്നും മാറ്റമില്ല കേട്ടോ. ആമേൻ. അവിടുത്തെ വിശുദ്ധിക്ക് മാറ്റമില്ല, അവിടുത്തെ നീതിക്ക് മാറ്റമില്ല.
അവിടുത്തെ സ്വഭാവത്തിലൊരു ചേഞ്ചുമില്ല. പക്ഷേ ചോദിക്കും, പാസ്റ്റർ എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് കുഴപ്പമുണ്ടാകാത്തതെന്ന് ചോദിച്ചാൽ ഉത്തരം ഒന്നേ ഉള്ളൂ: നടുവിലൊരുവൻ കയറി നിൽക്കുന്നുണ്ട്. മനസ്സിലാകുന്നവർക്ക് സ്തോത്രം ചെയ്താട്ടെ. നടുവിലൊരാളുണ്ട് കേട്ടോ. ക്രൂശിൽ അവൻ നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്ന ദൈവപുത്രൻ നടുവിൽ നിൽക്കുന്നത് കൊണ്ട്, മധ്യസ്ഥനായി നടുവിൽ നിൽക്കുന്നത് കൊണ്ട്, അവിടുത്തെ രക്തം നമ്മുടെ പാപത്തിന് പരിഹാരമാകുന്നത് കൊണ്ടാണ് ഇന്ന് പകൽ അവൻ ദഹിപ്പിക്കുന്ന അഗ്നിയായ ദൈവത്തിൻ്റെ അടുക്കൽ ഞാനും നിങ്ങളും ചെല്ലുവാൻ കഴിയുന്നത്. ആ വലിയ അനുഗ്രഹത്തിനായി കർത്താവിനായിട്ടൊരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. അപ്പോ പൗലോസ് പറയുകയാണ്, ദൈവസന്നിധിയിൽ നിങ്ങൾക്ക് എന്തോ വേണം? ഭയത്തോടെയും വിറയലോടെയും നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കണം. ഞാൻ പറഞ്ഞല്ലോ, വളരെ സംശയം തോന്നുന്ന അല്ലെങ്കിൽ ചിന്താക്കുഴപ്പമുണ്ടാക്കുന്ന ചില കാര്യങ്ങളിലേക്ക് നമ്മൾ ഒന്ന് മനസ്സിലാക്കാൻ പോവുകയാണ്. അവിടെ പറയുന്നു, നമ്മൾ ചിന്തിച്ചത് ഭയത്തോടെയും വിറയലോടെയും പോകണം. ഞാനത് പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് ദൈവസന്നിധിയിൽ എന്തോ വേണം? ഭയം വേണം. ഈ ദിവസങ്ങളിൽ ഭയം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ പഴയ നിയമത്തെ പോലെ അല്ല നമ്മളിപ്പോൾ. കൃപയിലാണെങ്കിലും ഉള്ളിൽ ഈ ഭയം ഉണ്ടാകും. രാമൻ പറഞ്ഞാട്ടെ, ഞാൻ വന്നിരിക്കുന്നത് അതേ ദൈവത്തിൻ്റെ അടുക്കൽ തന്നെയാണ്. കർത്താവിൻ്റെ കൃപയാലാണ് ഞാൻ നിൽക്കുന്നത്. അതാണ് ഇന്ന് പകൽ ദൈവ ഭയം കൊണ്ട് നമ്മുടെ ഹൃദയം നിറയട്ടെ. ഇവിടെ പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്: ഭയത്തോടെയും വിറയലോടുകൂടെയും നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. ചെറിയൊരു ചിന്താക്കുഴപ്പം ഉണ്ടാക്കുന്ന ഒരു പ്രയോഗം ആളുകൾക്ക് മനസ്സിലായില്ലെങ്കിൽ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടും. എന്താ തെറ്റിദ്ധരിക്കപ്പെടുമെന്ന് ഞാൻ പറയാൻ കാരണം എന്താ? ആർക്കെങ്കിലും മനസ്സിലാക്കി പറഞ്ഞാട്ടെ. വെരി ഗുഡ് സിസ്റ്റർ, പറഞ്ഞ കറക്റ്റാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? എന്താ അതിനകത്ത് നമുക്കൊരു കൺഫ്യൂഷൻ വരാനുള്ള സാധ്യത? ഭയത്തോടെയും വിറയലോടും കൂടെയും നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കാനാണ് പറയുന്നത്. അപ്പോൾ ആ പറഞ്ഞത് നമ്മൾ എന്താണ് ശരിക്കും മനസ്സിലാക്കാതിരുന്നാൽ, ശരിയായി അതിൻ്റെ എന്താണ് പോൾ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് തെറ്റിദ്ധാരണ വരും. നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നമുക്ക് രക്ഷ കിട്ടുന്നത്. അപ്പം രക്ഷ വേണമെങ്കിൽ എന്ത് ചെയ്യണം? വല്ലതുമൊക്കെ പ്രവർത്തിക്കണമെന്ന നിലയിലേക്ക് തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. നിങ്ങൾ അറിയണം, ഞാനും നിങ്ങളും എന്തെങ്കിലും പ്രവർത്തിച്ചത് കൊണ്ടല്ല നമുക്ക് രക്ഷ കിട്ടിയത്. നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 8 മുതൽ ഉള്ള വാക്യം ഒന്ന് വായിച്ച്. എഫേസ്യർ 2:8 മുതൽ എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. എഫേസ്യർ, അതെ, കണ്ടോ? കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല. അപ്പൊ ഈ രക്ഷ എന്താണ്? ദൈവത്തിൻ്റെ ദാനമാണ്. ഒറ്റ ഒരു വ്യക്തികളും പ്രശംസിക്കാതിരിക്കാൻ ഒരു പ്രവർത്തികളും കാരണമല്ല. അതിനെ മനസ്സിലായോ? മനസ്സിലായെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞാട്ടെ, സ്തോത്രം പറഞ്ഞാട്ടെ. പ്രവൃത്തി കൊണ്ടല്ല രക്ഷ. ആമേൻ. ഒരു പ്രവൃത്തിയും അതിനകത്ത് പറ്റത്തില്ല. നമുക്ക് രക്ഷ കിട്ടിയിരിക്കുന്നത് കൃപയാലാണ്, അവൻ്റെ ദാനമാണ്. അത് നമുക്ക് വിശ്വാസത്താലാണ് രക്ഷ കിട്ടിയിരിക്കുന്നത്. സ്തോത്രം മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ ഒരാളുടെ പ്രവൃത്തിയാണ് നമുക്ക് രക്ഷ കൊണ്ടുവന്നത്. അത് നമ്മുടെ പ്രവൃത്തിയല്ല, അപൂർണമായ പാപപൂർണമായ നമ്മുടെ പ്രവൃത്തിയല്ല. പാപമില്ലാത്ത ദൈവ കുഞ്ഞാടിൻ്റെ പ്രവൃത്തി. കാൽവറിയിലവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി യാഗമായി തീർന്ന ആ മഹാപ്രവൃത്തിയാണ് എനിക്കും നിങ്ങൾക്കും ഈ നിത്യരക്ഷ കരഗതമാക്കിയത്. അതിനെ ഓർത്തൊന്ന് സ്തോത്രം ചെയ്താട്ടെ. കർത്താവിൻ്റെ ആ പ്രവൃത്തിക്കായി സ്തോത്രം ചെയ്താട്ടെ. പക്ഷെ എന്താണ് പൗലോസ് പിന്നെ പറയുന്നത്? ഭയത്തോടെയും വിറയലോടും കൂടെ നിങ്ങൾ നിങ്ങളുടെ രക്ഷയ്ക്കായി. എന്താ അതിന്റെ അർത്ഥം? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്താ അതിന്റെ അർത്ഥം? ഒരിക്കലും വചനം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് വ്യതിരക്തമായി പറയത്തില്ല. ഒന്ന് അങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ അറിയണം, ഇവിടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദാനമായി നമുക്ക് ലഭിച്ച രക്ഷ, അല്ലേ? ക്രിസ്തു നമുക്ക് നൽകിയ സൗജന്യ രക്ഷ, ഒരു പ്രവൃത്തിയും ഇല്ലാതെ ലഭിച്ച രക്ഷ. ആ രക്ഷയെ പ്രതിഫലിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾ ജീവിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ പറഞ്ഞത് എത്ര പേർക്ക് മനസ്സിലായി? നമുക്കെന്തോ കിട്ടിയിരിക്കുന്നു? സൗജന്യമായി രക്ഷ കിട്ടി. നമുക്ക് ഈ രക്ഷ കിട്ടിയതിനെ പ്രതിഫലിപ്പിക്കുന്ന രീതിയിൽ ജീവിക്കണം.
എന്ന് വെച്ചാൽ ഒരു രക്ഷിക്കപ്പെട്ടവൻ്റെ ജീവിതം മറ്റുള്ളവൻ്റെ ജീവിതത്തിൽ നിന്ന് വ്യത്യാസമാണ്. ഒരാമേ പറഞ്ഞാട്ട്, നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. അതാണ് അവിടെ പൗലോസ് ഉദ്ദേശിക്കുന്നത്. രക്ഷിക്കപ്പെട്ടവരും പെടാത്തവരുടെയും ജീവിതം വ്യത്യാസമാണ്. അവരുടെ വാക്ക് വ്യത്യാസമാണ്, പ്രവൃത്തി വ്യത്യാസമാണ്, ഇടപാടുകൾ വ്യത്യാസമാണ്, അല്ലേ? അതിനെക്കുറിച്ച് തുടർന്നങ്ങോട്ട് പറയുന്നത്, വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ രക്ഷിച്ചെങ്കിൽ ആ രക്ഷ മറ്റുള്ളവർ തിരിച്ചറിയുന്നത് നമ്മൾ പ്രതിഫലിപ്പിക്കുന്ന നമ്മുടെ പ്രവൃത്തിയിലൂടെയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വാക്കിലൂടെയും നമ്മുടെ ചിന്തയിലൂടെയും നമ്മുടെ പ്രവൃത്തിയിലൂടെയും നമ്മുടെ ജീവിതത്തിലൂടെയും നമ്മൾ പ്രതിഫലിപ്പിക്കുന്നത് കാണുമ്പോൾ ആളുകൾക്ക് മനസ്സിലാകുക, ഈ വ്യക്തി, ഈ സഹോദരി, ഈ സഹോദരൻ രക്ഷിക്കപ്പെട്ട വ്യക്തിയാണ്. പൗലോസ് പറഞ്ഞതാ, അതിനു വേണ്ടി അവൻ നിങ്ങൾ ഭയത്തോടെ ഉറയലോടെ പ്രവർത്തിക്കണം. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈതൽ, അവൻ രക്ഷ അനുഭവിച്ചറിഞ്ഞ ഒരു ദൈവവൈതൽ, അവന്റെ ജീവിതത്തിലൂടെയും പ്രവൃത്തിയിലൂടെയും അവൻ വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈതലാണ്. ദൈവത്തിന്റെ രക്ഷ ദാനമായി ദൈവം എനിക്ക് തന്ന രക്ഷ സ്വീകരിച്ച ഒരു ദൈവവൈതലാണ് ഞാൻ എന്നുള്ളത് നാം തെളിയിക്കേണ്ടത് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. അതാണ് തുടർന്ന് അങ്ങോട്ട് ആമേ സംസാരിക്കുന്നത്. ഞാനിനി 13ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കാം. ആമേൻ. രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈതലിന്റെ ഉള്ളത്തിൽ, ഹൃദയത്തിൽ പരിപൂർണമായി അവൻ ദൈവത്തിന് സമർപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവന്റെ ജീവിതത്തിൽ ഇച്ഛയും പ്രവൃത്തിയുമൊക്കെ ദൈവത്തിന്റെ സ്വാധീനത്തിലാണ്. ശരിക്കും നാം ദൈവത്തിന് നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുത്താൽ നമ്മുടെ ഇച്ഛകൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ പ്രവൃത്തികളിലൊക്കെ ദൈവത്തിന്റെ സ്വാധീനം വരും. അതാ പറഞ്ഞതിൻ്റെ അർത്ഥം. പിടികിട്ടിയോ? രക്ഷിക്കപ്പെടാത്തവനെ സംബന്ധിച്ചിടത്തോളം അവനെ സ്വാധീനിക്കുന്നത് ദൈവമല്ല. രാവിലെ അവന് ഇഷ്ടമുള്ളിടത്ത് പോകാം, ഇഷ്ടമുള്ളത് ചെയ്യാം, ഇഷ്ടമുള്ള വർത്തമാനം പറയാം, അല്ലേ? അവൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാം. അവനെ നയിക്കുന്നത്, അവൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് അവനാണ്, അവൻ്റെ സ്വയമാണ്. രണ്ടാമത് അവനെ നിയന്ത്രിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്, അത് ഈ ലോകത്തിൻ്റെ ദൈവമാണ്, പിശാചാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ലോകത്തിലേക്ക് നോക്കിയാൽ, പത്രം എടുത്ത് നോക്കൂ, സോഷ്യൽ മീഡിയ തുറന്ന് നോക്കൂ, മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന ഈ പാപപ്രവർത്തികൾ, മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന സകല തിന്മകൾ, ഇതിനെല്ലാം അവനെ പ്രേരിപ്പിക്കുന്നത്, അവൻ്റെ അകത്ത് ചിന്ത കൊടുക്കുന്നത്, അവനിലൂടെ പ്രവൃത്തിയായി വെളിപ്പെടുത്തുന്നതിന് പിന്നിൽ ഈ പൈശാചിക വൃന്ദം, അല്ലെ, പിശാചിൻ്റെ ഇരുളിൻ്റെ കൊട്ടകളുണ്ട്. മനുഷ്യനെന്നൊരു മൃഗമായി അധപ്പതിച്ച് ചെയ്യാവുന്നതെല്ലാ തിന്മകളും മനുഷ്യനെ കൊണ്ട് ചെയ്യിപ്പിച്ച്, അല്ലെ, അവൻ്റെ പദ്ധതി നടപ്പാക്കുന്ന പൈശാചിക, അല്ലെ, ആധിപത്യത്തിന്റെ നടുവിൽ നിന്ന്. എഫേസ്യ ലേഖനത്തിൽ തന്നെ നിങ്ങളൊരു വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. 2-ാം അധ്യായം വായിച്ച് നമ്മൾ രക്ഷിക്കപ്പെട്ട അനുഭവത്തെക്കുറിച്ച് പറയാം. വായിക്കാം. 2-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യം. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. കണ്ടോ? അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. കണ്ടോ? നമ്മളെ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള കാലം പറയുക. ഇതുപോലെ ഇന്ന് രക്ഷിക്കപ്പെടാത്ത സകല എണ്ണവും ഇതുപോലൊരു ശക്തിയുടെ കീഴിലാണ്. പ്രൈസ് ദി ലോർഡ്. ഈ അന്ധകാരാധിപത്യം ഇവരെ എന്ത് ചെയ്യുന്നു? അനുസരിപ്പിക്കുന്നു. അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാവുന്ന സകല തിന്മകളും ചെയ്യിപ്പിക്കുന്നു, സകല ദൂഷണങ്ങളും പറയിപ്പിക്കുന്നു, സകല ദുഷ്ടപ്രവൃത്തികളും ചെയ്യിപ്പിക്കുന്നു, അല്ലേ? എന്നാൽ അതിൻ്റെ നടുവിൽ നിന്ന്, ആ സ്വാധീനത്തിൽ നിന്ന്, ആ പാരമ്പര്യ ശക്തിയിൽ നിന്ന്, ആ പൈശാചിക ശക്തിയുടെ സ്വാധീനത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. ഹല്ലേലൂയ. അതിനെ ഓർത്തൊന്ന് സ്തോത്രം ചെയ്യാൻ എത്ര പേർക്ക് പറ്റും? ഇന്ന് ഞാൻ ഈ ദൂത് വിളിച്ചു പറയുമ്പോൾ ദൈവ
ദൈവത്തിന് പൂർണ്ണമായി നിങ്ങൾ സമർപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അകത്ത് ഇനി അവന് സ്വാധീനമില്ല. നിങ്ങളുടെ വീട്ടിനകത്ത് അവൻ്റെ സ്വാധീനത്തിന് ഇനി അവകാശമില്ല. നിങ്ങൾ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട രക്ഷിക്കപ്പെട്ട ഒരു ദൈവവേദലാണെങ്കിൽ ഇന്ന് നിങ്ങൾ നിയന്ത്രിക്കുന്നത്, നിങ്ങളെ നയിക്കുന്നത്, നിങ്ങളുടെ അകത്ത് ഈച്ഛിക്കുക എന്നതും അവൻ പ്രവർത്തിക്കുക എന്നുള്ളതും തിരുവുള്ളമുണ്ടായിട്ട് നൽകുന്നതാ. അങ്ങനെയെങ്കിൽ നമ്മുടെ അകത്ത് പ്രവർത്തിക്കുന്ന പരിശുദ്ധ സാന്നിധ്യത്തിനായിട്ട് എത്ര പേര് സ്തോത്രം ചെയ്യുക. നമ്മുടെ വീട്ടിൽ നിന്ന്, നമ്മുടെ ഹൃദയത്തിൽ നിന്ന്, നമ്മുടെ ചിന്തകളിൽ നിന്ന്, നിരൂപണങ്ങളിൽ നിന്ന് ഇത്തരം പൈശാചിക വ്യാപാരങ്ങളെ, സാത്താന്യ പ്രവൃത്തികളെ അകറ്റി അവൻ നമ്മെ വിടുവിച്ച് രക്ഷിച്ച ദൈവത്തിന് എത്ര പേർ നന്ദിയോടെ സ്തോത്രം ചെയ്യും? എത്ര നന്ദി പറഞ്ഞാൽ പറ്റുമെന്നറിയാം. കർത്താവ് നമുക്ക് നൽകിയ ജയത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. സ്തോത്രം. ഇന്ന് നമ്മുടെ അകത്ത് ദൈവ സാന്നിധ്യം. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളെ അറിയിക്കാം. രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാലും, സ്നാനപ്പെട്ടു എന്ന് പറഞ്ഞാലും, ഒരു ദൈവപൈതലായി എന്ന് പറഞ്ഞാലും, പൂർണ്ണമായി ദൈവത്തിന് വിധേയപ്പെടുത്തി സമർപ്പിച്ച് ജീവിച്ചില്ലെങ്കിൽ ഇപ്പോഴും ആ സ്വാധീനം നമ്മുടെ അകത്ത് വരാൻ സാധ്യതയുണ്ട്. സ്തോത്രം. ദൈവം നൽകുന്ന പ്രേരണ ദൈവമക്കളുടെ അകത്ത് വെളിപ്പെടുന്നത് പോലെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചില്ലെങ്കിൽ പിശാച ചിന്തകളിലും നമ്മുടെ പ്രവൃത്തികളിലും ഇടപെടുവാനിടയായിത്തീരും. എത്രവർക്ക് മനസ്സിലാകുന്നുണ്ട്? ഇതൊന്ന് ശ്രദ്ധിച്ചോണേ. അതുകൊണ്ട് സമർപ്പണം എത്ര ആവശ്യമാണെന്നറിയാമോ? സ്തോത്രം, സ്തോത്രം. പിശാചകത്ത് പ്രവർത്തിക്കാൻ അനുവദിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേലിനെ എണ്ണുവാൻ സാത്താൻ ദാവീദിന്റെ ഹൃദയത്തിൽ പ്രേരണ കൊടുത്തതുപോലെ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, യേശുവിനെ ഒറ്റിക്കൊടുക്കുവാൻ യൂദയുടെ അകത്ത് സാത്താൻ കടന്ന് പ്രവർത്തിച്ചതുപോലെ, പ്രൈസ് ദി ലോർഡ്, യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം ഒഴിവാക്കാൻ വേണ്ടി സാത്താൻ പത്രോസിൻ്റെ അകത്ത് കയറിയിട്ട് ഗുരു നിനക്കങ്ങനെ ഭവിക്കരുതെന്ന് പറഞ്ഞതുപോലെ ഈ ദിവസങ്ങളിൽ ദൈവത്തിന് നാം പൂർണ്ണമായി സമർപ്പിച്ചില്ലെങ്കിൽ സാത്താൻ്റെ സ്വാധീനവും അവൻ്റെ പ്രവൃത്തിയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. നമ്മുടെ പ്രവൃത്തികളെ സ്വാധീനിക്കും. അതുകൊണ്ട് തിരുവെഴുത്ത് പറയുന്ന കാര്യം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്ത് അടിവരയിട്ടുറപ്പിക്കണം. പിശാചിന് ഇടം കൊടുക്കരുത്. കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒരു കാര്യം നിങ്ങൾ സമർപ്പിച്ചാൽ, നിങ്ങൾ ദൈവത്തിന് സമ്പൂർണ്ണമായി നിങ്ങളെ ഏൽപ്പിച്ചു കൊടുത്താൽ പിന്നെ ആ സ്വാധീനം വരത്തില്ല. കാരണം അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പൊക്കി നമ്മെ ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ, നാം ദൈവത്തിന് സമർപ്പിച്ചു കഴിഞ്ഞാൽ, യേശുവിൻ്റെ നാമം ഉച്ചരിക്കുന്നിടത്ത് പൈശാചിക ശക്തികൾക്ക് പിന്നെ പ്രവേശനമില്ല. യേശുവിൻ്റെ നാമം ഉയരുന്നിടത്ത് അവൻ മറ്റൊന്നിനും പ്രവേശിക്കാൻ പറ്റില്ല. നിങ്ങളുടെ ഹൃദയത്തിനകത്ത്, ഹൃദയത്തിൻ്റെ സിംഹാസനത്തിനകത്ത് മഹത്വത്തിൻ്റെ പ്രത്യാശിയായ ക്രിസ്തുവിന് നിങ്ങൾ ഇടം കൊടുക്കാമെങ്കിൽ ഈ ലോകത്ത് വാഴുന്ന ഒരു അശുദ്ധ ശക്തിയും ഇരുട്ടിന്റെ വ്യാപാരവും നിങ്ങളുടെ കുടുംബത്തിലോ അവൻ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് വാഴത്തില്ല. അവ സ്വാധീനിക്കത്തില്ലെന്ന് ഞാൻ ആത്മാവിൽ ഉറപ്പു പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇവിടെ ഇതാ ജീവിക്കുന്ന ദൈവമക്കൾ, അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം പറയുക, ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും ദൈവമല്ലോ തിരുവുള്ളമുണ്ടായിട്ട് നിങ്ങളിൽ പ്രവർത്തിക്കുന്നത്. അപ്പം നമ്മുടെ അകത്തിരുന്ന് നമ്മെ സ്വാധീനിക്കുന്ന, നിയന്ത്രിക്കുന്ന, നമ്മോട് ഇടപെടുന്ന ആ ദൈവത്തിൻ്റെ ശബ്ദത്തെക്കുറിച്ച് അവിടെ പറയുന്നത്. ആമേൻ. ഒരു ദൈവവേദന്റെ അനുഗ്രഹമാണ് ദൈവ നിയോഗങ്ങളെന്ന് പറയുന്നത്. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എവിടെ പോകണം, എങ്ങനെ പോകണം, ഒരു തീരുമാനമെടുക്കാൻ വിഷമിക്കുമ്പോൾ, എങ്ങോട്ട് പോകണമെന്നറിയാതെ വഴി തെറ്റി നിൽക്കുമ്പോൾ, ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാതിരിക്കുമ്പോൾ ഇതാ അകത്ത് ദൈവശബ്ദം വരിക. ആമേൻ. ഇങ്ങനെ ചെയ്യണം, ഇന്നത് ചെയ്യണം, ഇവിടെ പോകരുത്, അത് ചെയ്യരുത്. ആ ദൈവശബ്ദത്തിനായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുക. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അത് നമ്മുടെ അകത്തുള്ള ദൈവശബ്ദമാകട്ടോ. ഈ ദിവസങ്ങളിൽ നിങ്ങൾ ദൈവത്തിന് സമർപ്പിച്ചു കൊടുക്കാമെങ്കിൽ, പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കാമെങ്കിൽ ആ ദൈവശബ്ദം നിങ്ങളുടെ അകത്തുണ്ടാകുക. അതനുസരിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടാകണം. അത് ചെയ്യാൻ നിങ്ങൾക്ക് സമർപ്പണമുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ചിലപ്പോൾ ദൈവശബ്ദം അകത്ത് നമ്മളോട് ഇടപെടുന്ന ശബ്ദമൊക്കെ ദൈവശബ്ദം അനുസരിക്കാൻ നമുക്കൊരു പക്ഷെ മടി വന്നേക്കാം, അല്ലേ? ഒരുപക്ഷെ നമുക്ക് ചില ഭോഷത്വമായ കാര്യങ്ങളാണെന്നൊക്കെ തോന്നിയേക്കാം.
പക്ഷേ സമർപ്പിച്ച തമ്പുരാന്റെ ശബ്ദം അനുസരിച്ചാൽ, രാവിലെ പറഞ്ഞതുപോലെ പൗലോസ് പറയാം, ഞാൻ നിങ്ങളെക്കുറിച്ച് അഭിമാനിക്കുന്നു, നിങ്ങൾ ഞാൻ പറയുന്നതൊക്കെ അനുസരിക്കുമെന്ന് ഫിലിപ്പിനെ കുറിച്ച് പറഞ്ഞതുപോലെ ഞാനിന്ന് പറയട്ടെ, ദൈവത്തിൻ്റെ ശബ്ദം നിങ്ങളോട് ഇടപെടുന്നത് ചെയ്യാൻ നിങ്ങൾ മടി കാണിക്കരുത്. ഹല്ലേലൂയ. അതെന്താവശ്യപ്പെട്ടാലും ഹല്ലേലൂയ അനുസരിക്കുന്ന ഒരു ഹൃദയമുണ്ടെങ്കിൽ നിങ്ങളതിൻ്റെ അനുഗ്രഹം നിങ്ങൾ അനുഭവിക്കും. സ്തോത്രം, സ്തോത്രം. ഞാൻ ഒത്തിരി വിശദീകരിക്കുന്നില്ല. ഒരുപക്ഷെ ദൈവശബ്ദം ഇടപെടുന്നത് ഒരുപക്ഷെ ഒരു മണ്ടത്തരമായിട്ടൊക്കെ തോന്നുന്ന ആളുകളുണ്ട്. ചില കാര്യങ്ങൾ പറയുമ്പോൾ അത് ചെയ്യണോ, അങ്ങനെ ചെയ്യണോ എന്നൊക്കെ തോന്നിയേക്കാം അല്ലേ. ഫിലിപ്പിൻ്റെ ഗസയ്ക്കുള്ള നിർജ്ജന പ്രദേശത്തേക്ക് പോകാൻ ഫിലിപ്പോസിനോട് ദൈവം പറഞ്ഞു. മാനുഷികമായി ചിന്തിച്ചാൽ അതൊരു വലിയ മണ്ടത്തരമാണ് അല്ലേ. പക്ഷേ ആ മണ്ടത്തരം അനുസരിക്കാൻ ആ ഭക്തൻ മനസ്സ് വെച്ചപ്പോഴാണ് അല്ലേ ആ മന്ത്രി സ്നാനപ്പെടാൻ ദൈവത്തെ അറിയാനിടയായത്. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ഈ ശബ്ദം അകത്തിരുന്ന് പറയുന്നുണ്ട് കേട്ടോ, പ്രാർത്ഥിക്കാൻ ബോധിപ്പിക്കുന്നുണ്ട് അല്ലേ, ആരാധിക്കാൻ. ചില സമയത്ത് പെട്ടെന്ന് പരിശുദ്ധാത്മാവ് പറയും, പ്രാർത്ഥിക്കാൻ ചിലപ്പോൾ നിയോഗങ്ങൾ തരും. കാരണം എന്താ? അപ്പോൾ നീ മുട്ടുമടക്കണം, ചില പ്രതിസന്ധികൾ മുന്നിൽ വരുന്നുണ്ട്. ആത്മാവിൻ്റെ നിയോഗങ്ങൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ഇത് ആത്മാവുമായി ചേർന്ന് നടക്കുന്നവർക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. അകത്തിരുന്ന് ആത്മാവ് പറയും, ഇന്നത് ചെയ്യണം, ഇന്നത് പ്രവർത്തിക്കണം. ഇന്ന് പകൽ ആത്മാവിൻ്റെ ശബ്ദത്തിന് കീഴടങ്ങി അവനതനുസരിച്ച് ചെയ്യുന്നവരുടെ ജീവിതം പരാജയമല്ല, ആ ജീവിതം അനുഗ്രഹിക്കപ്പെട്ട ജീവിതമാണ്. അവരെ ഒരു ശത്രുവും പരാജയപ്പെടുത്തത്തില്ല, അവരനുഗ്രഹിക്കപ്പെടും. ഒരു പ്രവാചകനെയും തിരക്കി പോകേണ്ട ഗതികേട് അങ്ങനെയുള്ള ദൈവമക്കൾക്ക്. സ്തോത്രം. കാരണം ദൈവത്തിൻ്റെ ശബ്ദം അകത്തവർ കേട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ. യേശു എന്താ പറഞ്ഞത്? എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നുവെന്ന്. പലരും ദൈവത്തിൻ്റെ ആടുകളല്ല, അവൻ്റെ ശബ്ദം കേൾക്കാൻ അവർക്ക് കഴിവില്ല. അതുകൊണ്ടാണ് ശബ്ദം കേൾക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നത്? ആളുകളെ വിളിക്കുന്ന ഗതികേടിലേക്ക് വരുന്നത്. അങ്ങനെ വിളിക്കുന്നതിന് ഞാൻ എതിരൊന്നുമല്ല, ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെയൊക്കെ ആമേൻ ചെയ്യുന്ന ആളുകളുണ്ട്. അടുത്തത് നമ്മളതിൻ്റെ അടുത്ത ഭാഗം ഞാൻ പറയുക. ഒരു കാര്യത്തോടെ ഞാൻ പറഞ്ഞിട്ട് ആ ഭാഗം അവസാനിപ്പിക്കാം. ദൈവം അകത്ത് ഇച്ഛ തന്ന് ദൈവം നിങ്ങളോട് പ്രവർത്തിക്കാൻ പറയുന്ന നിങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു കാര്യം ഒരു പക്ഷേ മാനുഷികമായി ഒരു വലിയ പരാജയമാണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയാലും, അതിനകത്ത് എന്തോ മണ്ടത്തരമുണ്ടെന്നൊക്കെ തോന്നിയാലും, ദൈവശബ്ദം അനുസരിച്ചാണല്ലോ ഞാൻ വന്നത് അല്ലേ. സ്തോത്ര. ഫിലിപ്പിയരോടായി പറയുന്നത്, ആ ഫിലിപ്പിയിലേക്കുള്ള പൗലോസിന്റെ വരവ് തന്നെ ഒന്ന് ഓർത്ത് നോക്കിയേ. മാസിഡോണിയക്കാരനായ പുരുഷൻ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, സ്വപ്നത്തിൽ ദർശനത്തിൽ വിളിച്ചു പറഞ്ഞു, കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കാം. ദർശനം കണ്ടിട്ട ഫിലിപ്പിയിലേക്ക് പോയത് അല്ലേ. പുഴവക്കത്തിരുന്ന് പ്രസംഗിച്ചപ്പോൾ ലുദിയ മാനസാന്തരപ്പെട്ടു. പൗലോസ് മനസ്സിൽ ചിന്തിച്ചു കാണും, ശരിയാ, കണ്ട ദർശനമൊക്കെ കറക്റ്റാ, ദൈവത്തിൻ്റെ അനുകൂലമായ ഹിതമൊക്കെ വെളിപ്പെട്ടു. പക്ഷേ വെളിച്ചപ്പാടത്തിൽ സ്ത്രീയിലുള്ള ദുരാത്മാവിനെ ശാസിച്ചതോടുകൂടി സംഗതികൾ തകിടം മറിഞ്ഞു. ശരിയല്ലേ? എവിടേക്ക് പോയി? സ്തോത്രം. എവിടേക്ക് പോയി? ഫിലിപ്പിയിലെ കാരാഗ്രഹത്തിനകത്ത് പോയി. ശരിയല്ലേ? കാലാമത്തിനകത്തിട്ട് പൂട്ടി അല്ലേ. എന്താ? ദർശനം കണ്ടു വന്നതാ, വെളിപ്പാട് കണ്ടു വന്നതാ, ദൈവം പറഞ്ഞിട്ട് വന്നതാ അല്ലേ. അപ്പം ഒരുപക്ഷെ ചിന്തിച്ചൊക്കെ ഭയങ്കര മണ്ടത്തരമായി പോയോന്നൊക്കെ നമ്മളൊക്കെ ആണെങ്കിൽ ചിന്തിക്കും. പൗലോസ് ചിന്തിക്കുമെന്ന് ഞാൻ പറയുന്നില്ല. നമ്മളൊക്കെ ചിന്തിക്കുക, ചില കാര്യങ്ങളിൽ ദൈവനിയോഗം പോലൊക്കെ ആണെന്നൊക്കെ ചിന്തിച്ച് പോയിട്ട് പ്രശ്നം വരുമ്പോൾ നമ്മൾ ചിന്തിക്കുമോ ഇത് ദൈവഹിതമൊന്നും മണ്ടത്തരമായി പോയി എന്നൊക്കെ ചിന്തിക്കും. പക്ഷേ പൗലോസിനറിയാം, വിളിച്ചത് ദൈവമാണെങ്കിൽ, ആമേൻ, എന്നെ കൊണ്ടുവന്നത് ദൈവമാണെങ്കിൽ, ആ ദർശനം നൽകിയത് ദൈവമാണെങ്കിൽ, ഈ കാരാഗ്രഹത്തിനകത്ത് ഇന്ന് ഞാൻ ആയിരിക്കുന്നെങ്കിലും എനിക്കൊരു കാര്യമറിയാം, എന്നെ വിളിച്ചിറക്കിയ ദൈവം വിശ്വസ്തനാണ്. ദർശനത്തിന് അവധി വെച്ചിരിക്കുന്നൊരു ദൈവമാണ്, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുത്ത ദൈവമാണ്. ഈ കാരാഗ്രഹം അവസാനമല്ല. അതുകൊണ്ട് ആ ധന്യനായ പൗലോസും ശീലാസും ആ കാരാഗ്രഹത്തിനകത്തിരുന്ന് ജീവിതം അവസാനിച്ചുവെന്ന് വിലപിച്ചില്ല. പകരം അർദ്ധരാത്രിക്ക് എഴുന്നേറ്റ് അവർ പ്രാർത്ഥിച്ചു പാടി എൻ്റെ ദൈവത്തെ സ്തുതിച്ചാരാധിച്ചപ്പോൾ സംഭവിച്ചത് നിങ്ങൾക്കറിയാം. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, ആമേ, ചങ്ങലകൾ അഴിഞ്ഞു വീണ് വലിയ ദൈവം മഹത്വം വെളിപ്പെട്ടെങ്കിൽ ഇന്ന് ഞാൻ വചനത്തിലൂടെ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ദൈവ ശബ്ദത്തിനനുസരിച്ച് നിങ്ങൾ ചലിക്കുമ്പോൾ, ദൈവ ശബ്ദം കേട്ട് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ, ഒരുപക്ഷെ മുന്നിൽ വലിയ തടസ്സങ്ങളാണ്, വലിയ പ്രശ്നങ്ങളാണ്, വലിയ പ്രതിസന്ധികളാണെങ്കിൽ ഇന്ന് പകൽ ഭാരപ്പെടണ്ട. ദൈവമാണ് പറഞ്ഞത്, ദൈവമാണ് നിയോഗം നൽകിയതെങ്കിൽ അതിന്റെ പിന്നൊരു പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവരുവാൻ ഈ ദൈവം വിശ്വസ്തനാ. ഇന്ന് കാണുന്ന തടസ്സങ്ങളെയും ഇന്ന് കാണുന്ന പ്രശ്നങ്ങളെയും ഒക്കെ അവൻ പരിഹരിച്ച് അതിനപ്പുറം ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ ഈ ദൈവം ശക്തനാണ്.
പ്രൈസ് ദി ലോർഡ്. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം എല്ലാവർക്കും പരിചയമുള്ള വാക്യമാണ്. എന്താ? എല്ലാവർക്കും അറിയാവുന്ന വാക്യം. കണ്ടോ? ആമേൻ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. കരമുയർത്തി നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം അകത്തു തരുന്ന ദർശനങ്ങളും ദൈവം അകത്തു തരുന്ന ഉൾക്കാഴ്ചകൾക്കനുസരിച്ച് ജീവിക്കണം. ദൈവവചനം അനുസരിക്കണം. സ്തോത്രം. ജീവിതത്തിൽ വിജയമാണ്. ഇനി അതിൻ്റെ 14-ാം വാക്യത്തിലേക്ക് നമ്മൾ ശ്രദ്ധിക്കാം. കണ്ടോ? ഞാൻ നിങ്ങളോട് പറഞ്ഞു, ആദ്യത്തെ വാക്യം രക്ഷയ്ക്കായി പ്രവർത്തിക്കുക. അതിനെ ഞാൻ വ്യാഖ്യാനിച്ചിരുന്നു. എന്താ രക്ഷയ്ക്കായി പ്രവർത്തിക്കുക? ദൈവം ദാനമായി നൽകിയ രക്ഷ പ്രതിഫലിപ്പിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുക. അപ്പോൾ അവിടെ ദൈവത്തിൻ്റെ ഉദ്ദേശം, ഞാനും നിങ്ങളും ഈ ദൈവത്തിന് മുമ്പിൽ ആമേൻ നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന പദ്ധതി എന്ന് പറയുന്നത് വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ അനിന്ദ്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളുമാകുക എന്നുള്ളതാണ്. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ്. അവിടെയാണ് നമ്മുടെ രക്ഷ. മനസ്സിലായോ? ശരിക്കും ആളുകൾ നമ്മൾ രക്ഷിക്കപ്പെട്ടതാണെന്ന് കാണുന്നത് എപ്പോഴാണ്? സ്തോത്രം. വക്രതയുള്ള കോട്ടമുള്ള തലമുറയുടെ നടുവിൽ അതിനേക്കാൾ വക്രതയുള്ളവരായി, അതിനേക്കാൾ കോട്ടമുള്ളവരായി നമ്മൾ ജീവിച്ചാൽ നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണെന്ന് അറിയില്ല. അതാണ് പൗലോസ് പറഞ്ഞത്, അല്ലേ? പകരം ഈ വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അല്ലെ അനിന്ദ്യരും, ഒരു നിന്ന വാക്കുകളും ആർക്കും പറയാനില്ലാത്ത മാതൃകയുള്ള ജീവിതമുള്ളവരും പരമാർത്ഥികളും, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിൻ്റെ അല്ലെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന്. ആമേൻ. ഒരു കളങ്കവും ഇല്ലാത്ത മക്കളാകേണ്ടതിന് എന്ത് ചെയ്യണം? നിങ്ങൾ ഈ കാര്യം ചെയ്താൽ അങ്ങനെ ആകും. എന്ത് ചെയ്യണം? എല്ലാ ശ്രദ്ധിച്ചോ? ദൈവമകത്തീക്ഷിക്ക എന്നും അല്ലെ പ്രവർത്തിക്ക എന്നതും തിരുവുള്ളമുണ്ടായിട്ടല്ലോ നൽകുന്നത്. ഈ വെളിയിൽ കിടക്കുന്നവന്റെ അകത്ത് ഇച്ഛിക്കാനും പ്രവർത്തിക്കാനും ഓർഡർ കൊടുക്കുന്നത് പിശാചാണ്. ഞാൻ നേരത്തെ ആശയം പിടികിട്ടിയോ? പാപം ചെയ്യാനും അല്ലെ സകല തിന്മ ചെയ്യാനും ഒക്കെ അവനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ ആ പ്രേരണ അനുസരിച്ച് എന്ത് ചെയ്യുന്നു? സകല അധർമ്മവും ചെയ്യുമ്പോൾ അതിന് നടുവിൽ നിന്ന് അകത്ത് രക്ഷിക്കപ്പെട്ടവന്റെ അകത്തിരുന്ന് പരിശുദ്ധാത്മാവ് പറയുക, ദൈവം പറയുക, അവിടുത്തെ ഹിതം വെളിപ്പെടുത്തുക, അവൻ പാപം ചെയ്യുമ്പോൾ നീ വിശുദ്ധനായി ജീവിക്കണം. ആമേൻ. അവൻ വക്രത കാണിക്കുമ്പോൾ നീ നിഷ്കളങ്കരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അവർ തിന്മ ചെയ്യുമ്പോൾ നിങ്ങൾ നന്മ ചെയ്യുന്നവരാകണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹമാണ്. പക്ഷേ ഇത് ചെയ്യാൻ ദൈവഹിതം ചെയ്യുന്നതിൽ വിശ്വാസിക്കുള്ള വലിയ പരാജയം അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. തമ്പുരാന്റെ ഇഷ്ടം ദൈവം നടത്തുന്ന വഴികളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഈ നന്മ ചെയ്യുമ്പോൾ പ്രതിസന്ധി വരും. ശരിയല്ലേ? ഈ ലോകത്ത് നമുക്കറിയാം, ആളുകളൊക്കെ പറയുന്നുണ്ട് ജീവിക്കണമെങ്കിൽ കുറച്ച് എന്താണ് പറയാ, അരത്തട്ടിപ്പും അങ്ങനെ കേട്ടില്ലേ, മുക്കാൽ വെട്ടിപ്പും ഉണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റൂ. പൊന്നു പാസ്റ്ററെ, ഈ ലോകത്തൊക്കെ പിടിച്ചു നിൽക്കണമെങ്കിൽ, ഇവരുടെ ഇടയിലൊക്കെ ജീവിക്കണമെങ്കിൽ നമ്മുടെ കയ്യിലും നമ്മളങ്ങ് വലിയ നിഷ്കളങ്കരും, കേട്ടിട്ടില്ല നിങ്ങൾ അങ്ങനെ പറയുന്നത്, വലിയ പരമാർത്ഥികളുമൊക്കെ ആയാൽ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് പരാജയം. ശരിയല്ലേ? നിങ്ങൾ പറഞ്ഞ കറക്റ്റാ.
നമ്മൾ നേരെ വാ നേരെ പോകുന്നുള്ള ഇടപാടിൽ ജീവിക്കാൻ തുടങ്ങുമ്പോൾ ഒത്തിരി പ്രശ്നങ്ങളുണ്ടാവും, ഒത്തിരി പ്രതികൂലങ്ങളുണ്ടാവും, കഷ്ടതകൾ വരും. പ്രൈസ് ദി ലോർഡ്. പൗലോസ് പറയുന്നു, അത്തരം സാഹചര്യങ്ങളെ ഫേസ് ചെയ്യുമ്പോൾ നിങ്ങൾ അവരുടെ നടുവിൽ പരമാർത്ഥികളാകണമെങ്കിൽ, നിഷ്കളങ്ക മക്കളാകണമെങ്കിൽ നിങ്ങൾ സകലവും പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുന്നവരാകണം. ആമേൻ. മനസ്സിലായോ? മറ്റവർക്ക് മനസ്സിലായി? ഈ ദൈവത്തെ സേവിച്ചാരാധിക്കാൻ ഈ പ്രതിസന്ധിയുടെ നടുവിൽ, കഷ്ടതയുടെ നടുവിൽ, പ്രതികൂലത്തിന് നടുവിൽ ദൈവഹിതപ്രകാരം ജീവിക്കണമെങ്കിൽ ആമേൻ, പെറുപെറുപ്പില്ലാതെ നിങ്ങൾ ജീവിക്കാൻ പഠിക്കണം. സ്തോത്രം, സ്തോത്രം. അല്ലേ? ഞാനിത് പറയുന്നത് ഏറ്റവും വലിയ പരീക്ഷ ഇതാണ്. നല്ലപോലെ നമ്മൾ ജീവിച്ചിട്ടും പരമാർത്ഥത്തോടെ ജീവിച്ചിട്ടും പ്രശ്നം വരുമ്പോൾ, ഇങ്ങോട്ട് പ്രതികൂലങ്ങൾ കയറി വരുമ്പോൾ, ഇങ്ങോട്ട് പ്രശ്നങ്ങളെല്ലാം വരുമ്പോൾ നമ്മൾ അറിയാതെ പെറുപെറുപ്പ് വരും. ശരിയാണെങ്കിൽ ആമേൻ പറഞ്ഞാട്ട്. എടുത്ത് വായിപ്പിക്കാൻ സമയമില്ല. മലാക്കിയിൽ അവർ പറയുന്നുണ്ട്, ഞങ്ങൾ യഹോവയ്ക്ക് വേണ്ടി കറുപ്പെടുത്ത് നടന്നിട്ട് അതുകൊണ്ട് ഒരു പ്രയോജനമില്ലാത്ത കാര്യമായി പോയി. ഞങ്ങൾ ദൈവത്തിൻ്റെ കാര്യം നോക്കുന്നതും അവൻ്റെ ആലയത്തിലെ കാര്യാദികളൊക്കെ നോക്കുന്നതൊക്കെ വ്യർത്ഥം. പറഞ്ഞില്ലേ കാര്യം എന്താ? ദൈവത്തിന് വേണ്ടിയൊക്കെ പരമാർത്ഥത്തോടെ ജീവിച്ചിട്ടും പ്രതിസന്ധി വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ, പെന്തിക്കോസുകാർ പ്രത്യേകിച്ച് പറയുന്നത്, പാസ്റ്ററെ എന്നും പ്രശ്നമാണ്, എന്നും പ്രതികൂലമാണ്, ഞാനൊന്നും പറയണ്ട, ഇങ്ങോട്ട് വന്ന് കയറുക, ഞാനൊന്നും ചെയ്യണ്ട, ഇങ്ങോട്ട് പ്രതികൂലമാണ് ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കും? നിരന്തരം ഇത്തരം പ്രശ്നങ്ങൾ അടിക്കടി വിശ്വസ്തയോടെ ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ, അവൻ ഇങ്ങനെയുള്ള പ്രതികൂലങ്ങൾ വന്നു കയറുമ്പോൾ ആളുകൾ അറിയാതെ പറയുന്നൊരു കാര്യമുണ്ട്, അവരുടെ അകത്ത് നിന്ന് പെറുപെറുപ്പ് വരും, വാദം തുടങ്ങും. ഇങ്ങനെ ജീവിച്ചിട്ട് കാര്യമൊന്നുമില്ല, വിശുദ്ധനായി ജീവിച്ചിട്ട് കാര്യമില്ല. ആസാഫ് പറഞ്ഞില്ലേ? എന്താ ആസാഫ് പറഞ്ഞത്? ഞാൻ എൻ്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴുകിയത് വ്യർത്ഥം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇതാ വെല്ലുവിളി. പരിശുദ്ധാത്മാവ് പറയുക, ആമേൻ, നിങ്ങൾക്ക് ആമേൻ സ്തോത്രം, ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ ജീവിക്കണമെങ്കിൽ, ഈ വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ ദൈവത്തിന് നിഷ്കളങ്ക മക്കളായി പരമാർത്ഥികളായി ജീവിക്കണമെങ്കിൽ ഒറ്റ കാര്യം, ഒരു പെറുപെറുപ്പുമില്ലാതെ കർത്താവിനെ സേവിക്കണം. ഹല്ലേലൂയ. ഒരു വാദവുമില്ലാതെ ദൈവത്തെ സേവിക്കാൻ നിങ്ങൾക്കിടയായാൽ നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. അതിനെന്താണെന്നറിയാമോ? ഈ പെറുപെറുപ്പും വാദവും ഒക്കെ പോകാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. ഒറ്റ മാർഗം എന്തറിയോ? കഷ്ടം സഹിക്കാനുള്ള മനസ്സാണ്. ഒരാമൻ പറഞ്ഞാട്ടെ. ഈ പെറുപെറുപ്പെല്ലാം വരുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കാൻ മനസ്സില്ലാത്തത് കൊണ്ടാണ്, ത്യാഗം സഹിക്കാൻ മനസ്സില്ലാത്തത് കൊണ്ടാണ്, അപമാനം സഹിക്കാൻ മനസ്സില്ലാത്തത് കൊണ്ടാണ്. അങ്ങോട്ട് നോക്കിക്കേ, അവൻ ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്ന ഒരുവൻ, അവനെ അടിച്ചപ്പോൾ, അവൻ്റെ തലയിൽ മുൾക്കിരീടം വെച്ചടിച്ച് കയറ്റിയപ്പോൾ, അവൻ്റെ രോമം മുഖത്തെ രോമം വലിച്ചു പിഴുതപ്പോൾ തിരുവെടുത്ത് പറയുന്നു, അവനെ അടിച്ചിട്ട് നിന്നെ അടിച്ചത് ആരെന്ന് പ്രവചിക്കുക എന്ന് പറഞ്ഞപ്പോൾ, അവിടുത്തെ മുഖത്ത് തുപ്പിയപ്പോൾ രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ മിണ്ടാതിരുന്ന കുഞ്ഞാടിനെ പോലെ സഹിച്ച ഒരു ദൈവപുത്രൻ നമുക്കുണ്ട് ഇന്ന് പകൽക്കാലം. അതുകൊണ്ടാണ് തിരുവെഴുത്ത് പറയുന്നത്, പ്രശ്നം വരുമ്പോൾ, കഷ്ടത വരുമ്പോൾ ആമേൻ, നമ്മുടെ കർത്താവിനെ ധ്യാനിക്കുക, അവിടുത്തെ ആശ്രയിച്ചുകൊണ്ട്, കർത്താവേ, അങ്ങയ്ക്ക് വേണ്ടി ഞാൻ സഹിക്കാൻ തയ്യാറാണ്, അങ്ങയ്ക്ക് വേണ്ടി അപമാനമേ കഷ്ടത സഹിക്കാൻ ഞാൻ തയ്യാറാണ്. ഞാൻ ഒരു പെറുപെറുപ്പും വാദവും ഇല്ലാതെ ദൈവഹിതം നിറവേറ്റും, ദൈവ ഇഷ്ടം നിറവേറ്റുമെന്ന് ഇന്ന് രാവിലെ ഒന്ന് തീരുമാനിച്ചാൽ, അതിലൂടെ നിങ്ങൾ വെളിപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. അത് വേറൊന്നുമല്ല, നിങ്ങളുടെ വലിയ മഹത്വമൊന്നുമല്ല, പകരം നിങ്ങൾ വെളിപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ഈ ലോകത്ത് ഒരു സാധാരണക്കാരിയല്ല, ഞാൻ ഈ ലോകത്തൊരു സാധാരണക്കാരനല്ല, ഞാൻ ദൈവത്തിന്റെ രക്ഷ, നിത്യ രക്ഷ പ്രാപിച്ചൊരു ദൈവപൈതലാണ്, ഞാൻ രക്ഷിക്കപ്പെട്ട ഒരു ദൈവപൈതലാണ്, ഞാൻ രക്ഷിക്കപ്പെട്ട ഒരു ദൈവപൈതലാണ്. ആമേൻ. ഇതാണ് പൗലോസ് പറഞ്ഞത്. എന്താ? നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കുക. ആമേൻ. അവസാന ഭാഗത്തേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. എല്ലാം പറയാൻ എനിക്ക് സമയം നിങ്ങളുടെ മുമ്പിലില്ല, എങ്കിലും 17-ാം വാക്യം. പ്രൈസ് ദി ലോർഡ്. പൗലോസ് ഞാൻ അവസാനത്തെ പോയിന്റ് എന്ന് പറയുന്നത്, കഷ്ടതയിൽ സന്തോഷിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ കഷ്ടമൊക്കെ കൊണ്ട് പെറുപെറുപ്പില്ലാതെ ചെയ്യണമെന്ന് മാത്രമല്ല,
അതിൽ സന്തോഷിക്കണം. വലിയ പ്രശ്നമാണ്, വലിയൊരു ടാസ്ക്കാണ് ഞാൻ ഈ പറയുന്നത്. അതിന് പൗലോസ് പറയുക, അതെ, നിങ്ങളുടെ വിശ്വാസം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എൻ്റെ രക്തമൊഴിക്കേണ്ടി വന്നാലും അല്ലേ, ഞാൻ എന്തു ചെയ്യും? സന്തോഷിക്കും. പാനീയയാഗം, പഴയ നിയമത്തിലെ സംഖ്യാപുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ യാഗങ്ങളിൽ പാനീയ യാഗത്തെക്കുറിച്ചുള്ള പരാമർശമുണ്ട് അല്ലേ. അതിൻ്റെ 15-ാം അധ്യായം 10-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്, ജസ്റ്റ് അത് മാത്രം ഒന്ന് വായിച്ച്. 4 മുതലുള്ള വാക്യങ്ങൾ വായിക്കേണ്ടതാ, എങ്കിലും 10-ാം വാക്യം. കണ്ടോ, വീഞ്ഞാണ് സാധാരണയായിട്ട് പാനീയയാഗമായി ഒഴിക്കാൻ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. അത് പ്രധാനപ്പെട്ട യാഗത്തോടൊപ്പം അവസാനം ചേർക്കുന്നതാണ് പാനീയ യാഗം. പൗലോസ് പറയുക, നിങ്ങളുടെ വിശ്വാസം എന്ന യാഗമർപ്പിക്കുന്ന ശുശ്രൂഷയിൽ അവസാനം പാനീയ യാഗമായിട്ട് എൻ്റെ രക്തമൊഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ അവൻ കർത്താവിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി മരിക്കാനും ഞാൻ തയ്യാറാണെന്ന വാക്കുകളാണ് പൗലോസ് പറയുന്നത്. സ്തോത്രം! എത്ര ആഴമേറിയ ചിന്തയാണ് നമ്മൾ ഈ കഷ്ടതയിൽ സന്തോഷിക്കുക എന്ന് പറയുന്നതിൻ്റെ ഒരു ആത്യന്തിക വെളിപ്പാടാണ്. പ്രൈസ് ദി ലോർഡ്. അല്ലേ, കർത്താവ് ക്രൂശിൽ സന്തോഷത്തോടെ ക്രൂശ് വഹിച്ചത് പൗലോസ് അനുസ്മരിച്ചുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. കാരണം അതിൻ്റെ പിന്നിൽ ഒരു വലിയ റിസൾട്ടുണ്ട്. ആ റിസൾട്ട് എന്ന് പറയുന്നത് ചില ആളുകൾ വിശ്വാസത്തിൽ നിലനിൽക്കുന്നു. പൗലോസ് പറയുക, നിങ്ങളുടെ വിശ്വാസം എന്ന യാഗമർപ്പിക്കുന്ന ശുശ്രൂഷയിൽ ഞാൻ മാറി നിൽക്കുന്നില്ല. അതിനകത്തൊടുവിൽ എൻ്റെ രക്തം പാനീയയാഗമായി ഒഴിക്കാനും ഞാൻ തയ്യാറാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കഷ്ടതയിൽ സന്തോഷിക്കുക എന്ന് പറയുന്നത്, നിങ്ങളും എന്നോടുകൂടെ സന്തോഷിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സ്തോത്രം! നമ്മുടെ ജീവിതത്തിൽ ആമേൻ, സ്തോത്രം, സന്തോഷം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ സന്തോഷം വരുന്നത് അനുഗ്രഹമുണ്ടാകുമ്പോഴാണ്, ജീവിതത്തിൽ വലിയ വിടുതലുണ്ടാകുമ്പോഴാണ്, നന്മയുണ്ടാകുമ്പോഴാണ്. പകരം കർത്താവിന് വേണ്ടി കഷ്ടം അനുഭവിക്കുന്നതിൽ സന്തോഷിക്കുന്നതായിരുന്നു അല്ലെ ആദ്യകാല വിശ്വാസികളുടെ പ്രകൃതി എന്ന് പറയുന്നത്. നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിലൊക്കെ വായിക്കുന്നുണ്ട്, അവരെ പിടിച്ച് അടിച്ചിട്ട് വിട്ടു അല്ലേ, അവരെ അടിച്ചു. അപ്പോൾ അവർ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, കർത്താവിന് വേണ്ടി അല്ലേ, അവിടുത്തെ നാമത്തിന് വേണ്ടി അല്ലേ അടി വാങ്ങിയതിൽ, തല്ലുകൊണ്ടതിൽ അവർ സന്തോഷത്തോട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പോയി. എത്ര പേർക്ക് ഇന്ന് ഈ വചനം കേട്ടിട്ട് ഇത് മനസ്സിലാകുന്നുണ്ട്? എത്ര ആഴമേറിയ അനുഭവം! ഇതെല്ലാം വെളിപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്, ഇവൻ രക്ഷിക്കപ്പെട്ടതാണ്. ആമേൻ പറഞ്ഞാട്ട് അല്ലേ, ഇവളെന്ത് ചെയ്തതാണ്? രക്ഷിക്കപ്പെട്ടതാ. ലോകം പറയുന്നേ ഇയാൾ രക്ഷിക്കപ്പെട്ടതാ കേട്ടോ. കാരണം എന്താ? ഇങ്ങനെ ഒരാളും സഹിക്കത്തില്ല, ഇങ്ങനെ ഒരാളും ചെയ്യില്ല. ഇന്ന് പകൽ ഞാനും നിങ്ങളും ഈ ലോകത്തിൽ അങ്ങനെ രക്ഷിക്കപ്പെട്ട ആളുകൾ നമ്മൾ അങ്ങനെ ജീവിക്കാൻ തുടങ്ങുമ്പോൾ പൗലോസ് പറഞ്ഞൊരു കാര്യമുണ്ട്. അങ്ങനെ നിങ്ങളെ 15-ാം വാക്യം കണ്ടോ, ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട്, ഇത് വായിക്കാനും കേൾക്കാനും മാത്രമല്ല, അനുസരിച്ച് ജീവിക്കാനുള്ളതാണ്. ഈ വചനം ജീവിക്കുമ്പോൾ, വചനമനുസരിച്ച് പ്രമാണിച്ച് ജീവിക്കുമ്പോൾ നിങ്ങൾ ആരുടെ പോലെയാകുമെന്ന് അവിടെ പറയുന്നത്, നിങ്ങൾ ജ്യോതിസ്സുകളെ പോലെ, നക്ഷത്രങ്ങളെ പോലെ പ്രകാശിക്കുന്നവരായി മാറും. ഹല്ലേലൂയ! വക്രതയുള്ള കോട്ടമുള്ള ഒരു തലമുറയുടെ നടുവിൽ നക്ഷത്രങ്ങളെ പോലെ പ്രകാശിക്കുവാനാ പ്രിയപ്പെട്ടവരെ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. നിങ്ങൾ ഒരുപക്ഷെ ചോദിക്കും, ഇതെനിക്ക് എങ്ങനെ പറ്റും? നിങ്ങളുടെ അകത്ത് ഇച്ഛിക്കുക എന്നും പ്രവർത്തിക്കുക എന്നും തിരുവുള്ളമുണ്ടായിട്ട് ദൈവം ചിലത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതനുസരിച്ച് ജീവിക്കാൻ സമർപ്പണമുള്ള ഹൃദയമുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് കൃപ തരും. ദൈവം നിങ്ങളെ ശക്തീകരിക്കും. ക്ഷമിക്കാനുള്ള ശക്തി, സഹിക്കാനുള്ള ശക്തി, കഷ്ടത സഹിക്കാനുള്ള ശക്തി ജീവിതത്തിൽ അവൻ ഈ കർത്താവിന് വേണ്ടി അല്ലേ പോരാടുവാനുള്ള ശക്തി ദൈവം നിങ്ങൾക്ക് തരുവാനിടയായി തരും. ദൈവം തരുന്ന ശക്തി അവൻ അകൃപ പ്രാപിച്ച് നിങ്ങൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ വിളിച്ചു വരുന്ന ഒരു സത്യമുണ്ട്, നിങ്ങളൊരു വ്യത്യസ്തമായ ആളുകളാണ്, നിങ്ങൾ വളരെ വ്യത്യസ്തരായ ആളുകളാണ്. ഈ ലോകത്തുള്ള ആളുകളെ പോലെയല്ല, ഇവരിലെന്തോ പ്രത്യേകതയുണ്ട്. കാരണം ഇവർ രക്ഷിക്കപ്പെട്ട ദൈവമക്കളാണ്. ഹല്ലേലൂയ! 16-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്, അതുകൂടെ നോക്കാം. കണ്ടോ, പൗലോസ് പറഞ്ഞൊരു കാര്യമുണ്ട്, അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ല എന്ന് ക്രിസ്തുവിൻ്റെ നാളിൽ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെയൊക്കെ വിശ്വാസത്തിൽ കൊണ്ടുവന്നവരും പ്രാർത്ഥിച്ചവരും
നിലനിർത്തിയവരും ഒക്കെ ഉണ്ട്. അവർക്കൊക്കെ ഒരു പ്രതിഫലമുണ്ട്. ആമേൻ. എന്താ? കർത്താവിൻ്റെ നാളിൽ ഒരു പ്രശംസയുണ്ടാകും. അതിനെന്ത് ചെയ്യണം? ഞാനും നിങ്ങളുമൊക്കെ അങ്ങ് ചെല്ലണം. രാമൻ പറഞ്ഞാൽ അല്ലേ, ഞാനും നിങ്ങളുമൊക്കെ ആ കൃപയിൽ നിലനിന്ന് അല്ലേ അങ്ങ് ചെല്ലണം, നിത്യതയിൽ എത്തിച്ചേരണം. സ്തോത്രം. അങ്ങനെ എത്തിച്ചേരുമ്പോഴാണ് പ്രശംസ ഉണ്ടാകുന്നത്. ആത്മാക്കളെ നേടിയവർക്ക് പ്രതിഫലമില്ലേ? ഇന്ന് ഞാൻ നിങ്ങളോട് ഈ വചനം പറഞ്ഞു, നിങ്ങളെ നിലനിർത്താനാ. നിങ്ങൾ നിലനിന്നാൽ എനിക്കൊരു പ്രതിഫലമുണ്ട്. വിശ്വസിക്കുന്ന ഒരു സ്തോത്രം ചെയ്താട്ടെ. ആമേൻ. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ നാളിൽ നമുക്കൊരു പുകഴ്ചയുണ്ടാകുക. ഇന്ന് ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുക. പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ നമ്മളോട് സംസാരിച്ചെങ്കിൽ ഇന്ന് പകൽ ആ വചനത്തിന് മുമ്പാകെ സമർപ്പിക്കാം. പൗലോസ് ഫിലിപ്പിനെ കുറിച്ച് വളരെ അഭിമാനത്തോടെ പറഞ്ഞു, ഫിലിപ്പിയിലെ ദൈവസഭ അനുസരിക്കുന്ന ദൈവസഭയാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ദൂരത്തിരുന്നാലും അരികത്തിരുന്നാലും ഫിലിപ്പിയിൽ അനുസരിക്കും. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ദൈവത്തെ അനുസരിക്കണം. അകലത്തല്ല ദൈവം, നമ്മുടെ അടുത്ത. ആ സാന്നിധ്യം അനുഭവിക്കാൻ നിനക്ക് കഴിഞ്ഞാൽ നിൻ്റെ അടുത്തിരുന്ന് സംസാരിക്കുന്ന ദൈവത്തെ അനുഭവിക്കാൻ നിങ്ങൾക്ക് കഴിയും. പലപ്പോഴും പാപമാണ് ദൈവത്തിൽ നിന്ന് നിങ്ങളെ അകൽച്ചയെന്ന് പറയുന്നത്. മാനസാന്തരപ്പെടാൻ തുടങ്ങിയാൽ തമ്പുരാൻ അടുത്ത് വരും. അടുത്ത് വന്നാൽ അവിടുന്ന് ഏറ്റവും അടുത്തിരുന്ന് സംസാരിക്കുമ്പോൾ നാം ആ വചനം അനുസരിക്കാനിടയായിത്തീരും. രണ്ടാമത്തെ കാര്യം പറഞ്ഞത്, ഈ അനുസരിക്കുന്നത് ഭയത്തോടെയും വിറയലോടുമാണ്. എൻ്റെ വചനത്തിങ്കിൽ വിറയ്ക്കുന്നവനെ ഞാൻ കടാക്ഷിക്കുന്നു. ദൈവഭയം കുറഞ്ഞിരിക്കുന്ന ലോകത്താണ് ഞാനും നിങ്ങൾ ജീവിക്കുന്നത്. അതിപരിശുദ്ധമായവയെ അതിപരിചയ നിമിത്തം സാധാരണ കാര്യം പോലെ കണക്കാക്കുന്ന ലോകത്ത് എന്നും പ്രാർത്ഥനയാൽ, എന്നും വചനധ്യാനമാൽ, എന്നും വേദപുസ്തകം എടുക്കുന്നുണ്ട്, എന്നും ആരാധിക്കുന്നുണ്ട്, എന്നും അന്യഭാഷ പറയുന്നുണ്ട്, എന്നും കൊട്ടുന്നുണ്ട്, പാടുന്നുണ്ട്. അല്ലേ അല്ലേ അപ്പം ഇതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? അതിപരിശുദ്ധമായുള്ള അതിപരിചയ നിമിത്തം ഒരു സാധാരണ കാര്യം, ഒരു സാധാരണ മീറ്റിംഗ് അല്ല കേട്ടോ. പരിശുദ്ധനായ ദൈവം ഇന്നും വിശ്വസ്തനാണ്. അവിടുത്തെ ശക്തിക്കൊന്നും കുറവില്ല, അവിടുത്തെ പരിശുദ്ധിക്കൊന്നും കുറവില്ല. പകരം ആ കൃപയാണ് നമ്മെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. ക്രൂശിലെ അവിടുത്തെ സ്നേഹമാണ്. ഇന്ന് പകൽ നമുക്ക് ഭയത്തോടെ വിറയലോടെ നമുക്ക് ദൈവത്തെ സേവിക്കാം. രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ലഭിച്ച രക്ഷയെ പ്രതിഫലിപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്കിടയാകട്ടെ. അതിന് നിങ്ങൾ അങ്ങനെ ജീവിക്കേണ്ടതിന് ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നുള്ളതും തിരുവുള്ളമുണ്ടായിട്ട് ദൈവം നിങ്ങളുടെ അകത്ത് തരുന്നു. ദൈവം തരുന്ന ഉദ്ദേശങ്ങൾ, ദൈവം തരുന്ന നിർദ്ദേശങ്ങൾ, ദൈവം തരുന്ന കാഴ്ചപ്പാടുകൾ, ദൈവം തരുന്ന ശബ്ദങ്ങൾ, ആലോചനകൾ അനുസരിച്ച് ജീവിക്കാൻ ധൈര്യത്തോടെ നിങ്ങൾ തയ്യാറായാൽ നിങ്ങൾ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കാൻ തുടങ്ങും. നിങ്ങൾ നിങ്ങളുടെ രക്ഷയെ പ്രതിഫലിപ്പിക്കുന്നവരായി മാറും. നിങ്ങളെ അങ്ങനെ നിലനിന്നാൽ ആമേൻ സ്തോത്രം, അത് ആമേൻ ദൈവരാജ്യത്തിന് വലിയ അനുഗ്രഹമാകും. അനേകർക്ക് ദൈവത്തിന് ഭാഗ പ്രശംസയുണ്ടാകുവാനിടയായിത്തീരും. കർത്താവ് ഈ ദേശത്ത് ആമേൻ നമ്മെ അങ്ങനെ ജീവിക്കുവാൻ ഇടയാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്ന ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും ദൈവം ഭാഗ്യം നടച്ചാട്ടെ, ഹൃദയങ്ങളെ ഒന്ന് ഏകാഗ്രമാക്കിയാട്ടെ. ഞങ്ങളുടെ കർത്താവേ, ഇന്ന് അങ്ങയുടെ മാറ്റമില്ലാത്ത തിരുവെഴുത്ത് ഞങ്ങളോട് സംസാരിച്ചല്ലോ. അങ്ങയുടെ വചനത്തിന് മുമ്പിൽ ഞങ്ങളെ സമ്പൂർണ്ണമായി ഇന്ന് സമർപ്പിക്കുന്നു. കർത്താവെ, കർത്താവെ അങ്ങേ അനുസരിക്കുന്നവരാക്കി ഞങ്ങളെ മാറ്റണമേ. അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ നടുവിൽ അവിടുത്തെ കൃപയുടെ മണ്ഡലത്തിൽ അങ്ങേ പൂർണ്ണമായി അനുസരിക്കുവാൻ, അങ്ങയുടെ വാക്കുകളെ അനുസരിക്കുവാൻ, അങ്ങേ പൂർണ്ണമായി അനുസരിക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകണമേ. കർത്താവെ, ഭയത്തോടെ വിറയലോടെ ദൈവത്തെ സേവിപ്പാൻ ദൈവം ഞങ്ങൾക്ക് കൃപ നൽകണം. ഞങ്ങളുടെ ഉള്ളിൽ നഷ്ടപ്പെട്ടു പോയ ദൈവഭയത്തെ തിരികെ നൽകണമേ. ആദരവോടെ ദൈവഭയത്തോടെ ജീവിപ്പാൻ സഹായിക്കണം. ദാനമായി അങ്ങ് നൽകിയ രക്ഷ, അങ്ങ് ക്രിസ്തുയേശുവിൽ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന വിശ്വാസത്താൽ നൽകിയിരിക്കുന്ന രക്ഷയെ പ്രതിഫലിപ്പിക്കുന്നവരായി പ്രവർത്തിക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകണമേ. കർത്താവെ, അതിന് ഈ വക്രതയും കോട്ടമുള്ള തലമുറ നടുവിൽ ദൈവം ഞങ്ങളുടെ ഉള്ളിൽ നൽകുന്ന ഇച്ഛയും ദൈവം പ്രവർത്തിക്കുവാൻ നൽകുന്ന ആഹ്വാനങ്ങളും അനുസരിച്ച് ജീവിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. പിറുപിറുപ്പും വാദവുമില്ലാതെ എല്ലാം ചെയ്യുവാൻ മരുഭൂമിയിൽ ഇസ്രായേൽ പിറുപിറുത്തു. കർത്താവ് ജീവിതത്തിൽ കഷ്ടത വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ പിറുപിറുക്കാതെ, ജീവിത സാഹചര്യങ്ങളുടെ നടുവിൽ വാദിക്കാതെ വിശ്വസ്തയോടെ കഷ്ടത സഹിക്കാനുള്ള കൃപ ഞങ്ങളുടെ ജനത്തിന് മേൽ അഭിഷേകമായി അത് പകരണമേ. അങ്ങനെ നിന്റെ ജനം ആമൻ ഈ ലോകത്ത് ജ്യോതിസുകളെ പോലെ പ്രകാശിക്കട്ടെ. അങ്ങയുടെ മഹത്വം ദേശത്ത് വെളിപ്പെടട്ടെ. അങ്ങനെ ജനത്തെ അനുഗ്രഹിച്ചതിനായിട്ട് സ്തോത്രം. വചനം പോലെ ഞങ്ങളെ ആശീർവദിച്ചതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ.